ജയമ എങ്ങനെയുണ്ടമ്മേ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടോ? സൂപ്പറാണ്. അങ്ങനെ വളരെ സക്സസ് ആയിട്ട് നമുക്ക് സാധനം കയ്യിൽ കിട്ടി. അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കോ? ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷെറിൻ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. അവന്റെ മാരേജ് ഈ വരുന്ന 28-ാം തീയതിയാണ്. കല്യാണത്തിന് പോണ കാര്യം ആലോചിച്ചപ്പോഴാണ് ഞാനിങ്ങനെ അവന് എന്ത് ഗിഫ്റ്റാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക, അവന് എന്തെങ്കിലും ഒരു ഡ്രോയിങ് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഡ്രോയിങ്ങിന്റെ കുറച്ച് ഡീറ്റെയിൽസും കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ വ്ളോഗും കൂടി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ പിക്ചർ വരക്കാനുള്ള പേപ്പർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ചെറിയ സൈസാണ് എടുത്തേക്കുന്നത്. ഒരു A4 ഷീറ്റിനേക്കാളും കുറച്ചും കൂടി വലിപ്പം ഉണ്ടാവും. ഇത്രയും ചെറുത് എടുത്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ആ സാധനം കയ്യിൽ ഇങ്ങനെ പിടിച്ച് കൊണ്ട് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ പണിപ്പുരയിലേക്ക് കയറി. ടൂൾസുകൾ റെഡിയാണ്, പേപ്പർ റെഡിയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് വരക്കണം. അപ്പോൾ ഞാൻ വരച്ച് തുടങ്ങുകയാണ്. ഇതാണ് ഞാൻ വരയ്ക്കുന്ന ഫോട്ടോ. ഇതാണ് ചെറുക്കനും പെണ്ണും. അപ്പോൾ നമ്മുടെ പിക്ചറിൻ്റെ ഓൾമോസ്റ്റ് ഔട്ട്ലൈൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ എപ്പോഴും 2H പെൻസിൽ വെച്ചിട്ടാണ് ഔട്ട്ലൈൻ കൊടുക്കാറ്. അപ്പോൾ ഇനി ബാക്കി ഷെയ്ഡിങ് ആണ് ഇനിയിപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഷെയ്ഡ് ചെയ്യാൻ പോവാണ്. മോളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് താഴേക്ക് ഷെയ്ഡ് ചെയ്യാം. ഷെയ്ഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് നമ്മുടെ ലെങ്ത് കൂടി പോകുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോസിൽ എന്തായാലും ഞാനത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. പെൻസിൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ എപ്പോഴും ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടി പേപ്പർ സ്റ്റിക്കുകൾ നമുക്ക് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ ഞാൻ ഈ കൊടുത്തേക്കുന്ന ഈ ബാക്ക്ഗ്രൗണ്ട് വന്ന സ്ഥലമാണത്. സ്ട്രോക്ക് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. ആ സ്ട്രോക്കുമ്പോൾ നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് ഷെയ്ഡ് കൊടുത്തിടുക. എൻ്റെ 9B പെൻസിൽ എവിടെയോ മിസ്സായത് കാരണം ഞാനിപ്പോൾ 6B പെൻസിൽ വെച്ചിട്ട് കുറച്ച് പ്രസ് ചെയ്തിട്ടാണ് വരക്കണേ. ഓരോ സ്റ്റെപ്പുകളും തീർത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ ഡീറ്റെയിലിങ് ചെയ്യണില്ല. ഡീറ്റെയിലിങ് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഷെയ്ഡ് കൊടുത്ത് ഫസ്റ്റ് കോട്ടിങ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഡാർക്ക് ഷെയ്ഡിലേക്ക് കയറിയിരിക്കുന്നത്. 6B പെൻസിലേ ഞാൻ വിചാരിച്ചത്ര ഡാർക്ക്നെസ് കിട്ടണില്ല. അതുകൊണ്ട് നേരെ പറവൂരേക്ക് പോയിട്ട് ഒരു പെൻസിൽ വാങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മുടെ സ്ഥിരം ഷോപ്പ് ലോട്ടസ്, നോർത്ത് പറവൂര്. ഞാൻ നോർമൽ വാങ്ങുന്നത് മറ്റേ 10 രൂപയുടെ ക്യാമലിൻ്റെ പെൻസിലില്ലേ. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ സ്റ്റെഡറിൻ്റെ ഒരു പരീക്ഷണം നടത്തിയാലോ എന്ന് വിചാരിച്ചു. സ്റ്റെഡറിൻ്റെ ഞാൻ കേട്ടിട്ടുണ്ട് നല്ല കമ്പനിയുടെ പെൻസിലാണെന്നുള്ളത്. അപ്പോൾ സ്റ്റെഡറും വാങ്ങിച്ചു. പിന്നെ നമ്മൾ സാധാരണ എടുക്കുന്ന ഒരു പെൻസിലും വാങ്ങിച്ചു. നോർമൽ പെൻസിലിന് 10 രൂപയും ഇതിന് 65 രൂപയാണ് വില വരുന്നത്. അപ്പോൾ അത്രയും ഡിഫറൻസ് വരുന്നുണ്ട്. എന്തായാലും ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു. തിരിച്ച് വീട്ടിലെത്തിയിട്ട് നമ്മളുടെ പരീക്ഷണങ്ങൾ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സാധാരണ സ്കിൻ ടോൺ ചെയ്യുമ്പോൾ ടോട്ടലായിട്ടുള്ള ഏരിയ ആദ്യം ഒരു ലൈറ്റർ ഷെയ്ഡ് വെച്ചിട്ട് കവർ ചെയ്യും. ഒരു ടിഷ്യൂ വെച്ചിട്ട് എന്നിട്ട് ഫുള്ളൊന്ന് വാഷ് ചെയ്യും. എന്നിട്ട് ആ സ്റ്റെപ്പ് ഒന്നും കൂടി ഞാൻ ചെയ്യും. അപ്പോൾ 2 കോട്ടിങ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടി ഫിനിഷിങ് വരും. പെൻസിൽ ഡ്രോയിങ് പലർക്കും പല രീതിയിൽ ചെയ്യാം. നമുക്ക് കംഫർട്ട് ആവുന്ന രീതിയിൽ ചെയ്ത് ഈ സംഭവം ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഒരാൾ ഉറക്കം കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ ഒന്ന് വരക്കാനിരിക്കുന്നുണ്ട്. സബി അത് ഷെയ്ഡ് ചെയ്യുന്നതാണ്. ഇത്ര ആയിട്ടുണ്ട് വരച്ച്. ഞാനൊരു 3D വിഷ്വലൈസറാണ്. അതാണ് എൻ്റെ ജോബ്. ഞാൻ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ടൈം കിട്ടുമ്പോഴാണ് ഞാൻ ഇതുപോലത്തെ പടങ്ങളൊക്കെ വരക്കണത്. ഇമ്മീഡിയറ്റ് ആയിട്ട് വരച്ച് തീർക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തീർക്കും. അതിപ്പോൾ ആർട്ടാണെങ്കിലും എന്താണെങ്കിലും നമ്മളൊരു സ്ട്രെസ് ഇല്ലാണ്ട് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ സംഗതി സക്സസ് ആണ്. ഇതിപ്പോൾ 28-ാം തീയതിയാണ് മാരേജ് ഡേറ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തിരി 2 ദിവസം കൂടി കൂടുതലുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി ലാഗ് ചെയ്തിട്ടാണ് ചെയ്യണേ. ഞാൻ ഈ മുടിയുടെ ഭാഗങ്ങളൊക്കെ നമ്മൾ ഇന്ന് വാങ്ങിച്ച് ഈ പെൻസിൽ കൊണ്ടാണോ ഫിനിഷ് ചെയ്യണേ. ഈ ലൈറ്റർ ഷെയ്ഡൊക്കെ ഞാൻ ആദ്യം ചെയ്യും. എന്നിട്ടാണ് മുടിയുടെ ഭാഗങ്ങൾ, ബ്ലാക്ക് വന്ന ഏരിയകൾ, പിന്നെ ഈ ഒരു ബ്ലാക്ക് പോർഷൻസ് വന്നതെല്ലാം രണ്ടാമതാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ടോപ്പിൽ നിന്ന് താഴേക്ക് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള പ്രത്യേകത അത് വേറെ ഒന്നുമല്ല. നമ്മളിങ്ങനെ കൈയെടുത്ത് നമ്മുടെ കൈത്തണ്ട എന്തായാലും നമ്മൾ പേപ്പറിൽ കുത്തിയിട്ടായിക്കോളൂ വരക്കണേ. താഴെയുള്ള ഷെയ്ഡുകൾ നമ്മുടെ കൈത്തണ്ടയുമേ ആയിട്ട് എൻ്റെ പല ഭാഗങ്ങളിലേക്കും പടരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ അന്ന് നേരത്തെ പറഞ്ഞത്. ഒരു പേപ്പർ അഡീഷണലി നമ്മുടെ കൈയുടെ താഴെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാം. ഞാൻ ജസ്റ്റ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് മാത്രം ഒന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ സമയം രാത്രി 9:30 മണി. ഇന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ടാർഗറ്റ്. ഞാനിപ്പോൾ ഇത് വരക്കണത് എൻ്റെ വൈഫിൻ്റെ കേക്ക് ഉണ്ടാക്കണ മുറിയിലിരുന്നിട്ടാണ്. ഇങ്ങനെ ഒരു ട്രൈപ്പോഡ് മുകളിൽ വെച്ചിട്ടല്ലാണ്ട് നമ്മുടെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റൂല. അപ്പോൾ ഇപ്പോൾ സമയം 11 മണിയായിട്ടുണ്ട്. കുറച്ചും കൂടി ഡീറ്റെയിൽ ഉണ്ട് ചെയ്യാനായിട്ട്. ഡീറ്റെയിൽ കുറച്ചും കൂടി വരാനുണ്ട്. ഞാൻ അധികം സൗണ്ട് എടുത്ത് സംസാരിക്കാതെ വീട്ടിലെല്ലാവരും കിടന്ന് ഉറങ്ങി. ചിലപ്പോൾ സൗണ്ടിൽ സംസാരിച്ചാണെങ്കിൽ പിള്ളേർ എഴുന്നേറ്റ് വരും. അതുകൊണ്ടാണ്. അങ്ങനെ ഇപ്പോൾ സമയം 11:30 മണി. ഫൈനലി നമ്മളുടെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മാരേജ് 28-ാം തീയതിയാണ്. അപ്പോൾ ആ ഡേറ്റാണ് ഞാൻ ഒപ്പിൻ്റെ താഴെ ഇടുന്നത്. ഏത് പടം വരച്ചാലും നമ്മുടെ വീട്ടിലുള്ളവരോട് ഒരു അഭിപ്രായം ചോദിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. എങ്ങനെയുണ്ടമ്മേ? എങ്ങനെയുണ്ടോ എടാ? എങ്ങനെയുണ്ടടാ?
എങ്ങനെയുണ്ടടി? സൂപ്പറാണോ? അപ്പൊ നമ്മുടെ വീട്ടുകാരുടെ അഭിപ്രായം എല്ലാവരും കിട്ടി, നല്ല അഭിപ്രായമാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യണം എന്തായാലും. അപ്പൊ ഞാൻ ഈ ബോഡിയിൽ നിന്ന് ഇത് പൊളിച്ചെടുക്കാണ്. എന്റെ എല്ലാ ഡ്രോയിങ്സും ഫ്രെയിം ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതിന് മുന്നേ ഇതുപോലെ ഒന്ന് ഫുള്ള് പേപ്പർ എടുത്ത് കവർ ചെയ്തിട്ട് ആണ് ഇതിനകത്തോട്ട് ആക്കണേ. നമ്മ പെൻസിൽ ഷെയ്ഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് കലരാൻ ചാൻസ് ഉണ്ട് ഇതിലേക്ക്. അങ്ങനെ നമ്മളെ പിക്ചർ സേഫ് ആക്കിയിട്ടുണ്ട്. നേരെ ഫ്രെയിം ചെയ്യുക കൊണ്ടുപോയിട്ട്. നമ്മുടെ വീട്ടിൽ 2 ചെറുതുങ്ങളുള്ളതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ ഫ്രെയിം ചെയ്യാൻ വേണ്ടി നോക്കണേ. നോർത്ത് പറവൂർ ആക്സിസ് ബാങ്കിന്റെ നേരെ ഓപ്പോസിറ്റ് സെൻസാം എന്ന് പറഞ്ഞ ഈ ഷോപ്പിലാണ് ഞാൻ കൊണ്ടുകൊണ്ട് എൻ്റെ എല്ലാ ഡ്രോയിങ്സും ഫ്രെയിം ചെയ്യിപ്പിക്കുന്നത്. വുഡൻ ടെക്സ്ചറിന്റെ ഒരു ഫ്രെയിമാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. അതായിക്കോട്ടെ കുറച്ചും കൂടി ബെറ്റർ. പിന്നെ ഗ്ലാസ് ഇടണ്ടാന്ന് വെച്ച് അതിന് മാറ്റ് ഫിനിഷിലെ ഒരു കോട്ടിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിക്കോളും. അപ്പോൾ അതും വുഡൻ ഫ്രെയിമും കൂടി വരുമ്പോൾ നല്ല മെനയായിട്ടിരിക്കും. ഞാനവിടെ പുറത്ത് നിന്നിട്ടേ ചെറിയ രീതിയിൽ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു ഈ അകത്ത് വന്ന് വേണമെങ്കിൽ വിശദമായിട്ട് എടുത്തോളാൻ പറഞ്ഞപ്പോൾ ഞാൻ പുള്ളിയുടെ കൂടെ അകത്ത് കയറി നിന്നിട്ട് വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുക. ഈ കടയിൽ അധികം തിരക്കൊന്നുമില്ല, പക്ഷെ എന്നാലും നല്ല നീറ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തു തരും. അത് ഗ്യാരണ്ടിയാണ്. ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഒരു സിമ്പിൾ മനുഷ്യൻ. ചിലവർക്കൊന്നും ചിലപ്പോൾ നമ്മുടെ വീഡിയോ ഇങ്ങനെ എടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം ഞാൻ ആദ്യമേ തന്നെ പുള്ളിനോട് ചോദിച്ചായിരുന്നു, ചേട്ടാ ഞാനൊന്ന് എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിനെ നീ ധൈര്യമായിട്ട് എടുത്തോന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം നമുക്കൊരു കോൺഫിഡൻ്റ് ആയി. പുള്ളിയുടെ ഇങ്ങനെ വർക്ക് നമ്മൾ എടുക്കുമ്പോൾ അവർക്കൊന്നും തോന്നരുമല്ലോ. അങ്ങനെ ചേട്ടൻ വാക്ക് പാലിച്ചു. 10 മിനിറ്റ് കൊണ്ട് സാധനം റെഡി. ഓക്കേടാ. അങ്ങനെ വളരെ സക്സസ് ആയിട്ട് നമുക്ക് സാധനം കയ്യിൽ കിട്ടി. അങ്ങനെ ഞങ്ങളിപ്പോൾ കല്യാണത്തിന് പോവാൻ കേട്ടോ. എല്ലാവരും ഉണ്ട്. ഷെറിഞ്ഞാന് ഗിഫ്റ്റ് കൊടുക്കാം. അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കോ? ഡ്രോയിങ്സ് ഒക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു. നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയ ഒരു കഴിവുണ്ട്. നമ്മൾ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് ഒരു വേറെ തന്നെയാണ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.